തൃശ്ശൂർ NDA സംബന്ധിച്ച് തൃമേ ക്ലാസ് മണ്ഡലം വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലം. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി സുരേഷ് ഗോപി സ്വീകാര്യത നേടി മുന്നേറ്റം നടത്തുന്ന ഒരു മണ്ഡലം. അതുകൊണ്ട് തന്നെ ഇടതും വലതും ഒരുപോലെ അസ്വസ്ഥമാക്കപ്പെടുന്ന ഒരു മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം എന്നത് ശ്രദ്ധേയമാണ്. ഇന്ന് കുട്ടിക്കലാശമാണ്, പരസ്യപ്രചാരണത്തിൻ്റെ അവസാന വേളയാണ്, അവസാന ദിവസമാണ്. ഏതൊക്കെ സ്ഥലങ്ങളിലാണ് മൂന്ന് മുന്നണികൾക്കും കുട്ടിക്കലാശത്തിൻ്റെ സ്ഥലം നിശ്ചയിച്ചിടും. ഒപ്പം എത്രത്തോളം ആവേശത്തിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും. കെ.പി. വളരെ ആവേശത്തിൽ തന്നെയാണ് മൂന്ന് സ്ഥാനാർത്ഥികളും. അതിൽ തന്നെ എടുത്തു പറയേണ്ട കാര്യം സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ടതാണ്. ഇത്രയും നാൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു ജനസ്വീകാര്യത അത് തന്നെയാണ്. ഇന്ന് രാവിലെ മുതൽ അദ്ദേഹം ഈ ഒരു പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു. എല്ലാ സ്ഥാനാർത്ഥികളും പ്രചാരണം ആരംഭിച്ചു. ഇന്ന് വൈകുന്നേരത്തോടു കൂടി സ്വരാജ് റൗണ്ടിലായിരിക്കും ഈ ഒരു കൊട്ടിക്കലാശം നടക്കുക. മൂന്ന് സ്ഥാനാർത്ഥികൾക്കും ഓരോരുത്തർക്കുമായിട്ടുള്ള സ്ഥലങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. എന്തായാലും വൈകുന്നേരത്തോടു കൂടി തൃശ്ശൂർ വീണ്ടും ഒരു പൂരത്തിന് സാക്ഷ്യം വഹിക്കുമെന്ന് തന്നെ നമുക്ക് പറയാം. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രത്യേകത, ഇന്ന് രാവിലെ തന്നെ സുരേഷ് ഗോപി അയ്യന്തോളിലേക്ക് എത്തിയത് ഇവിടെയുള്ള പുതിയ പ്രവർത്തകരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ തന്നെ മുൻപ് KSUവിൻ്റെ നേതാക്കളായിരുന്ന പലരും, അതുപോലെ കോൺഗ്രസ് കുടുംബത്തിൽ നിന്നും ഒക്കെ ആയിരുന്ന പലരും, രമാമേനോൻ ഉൾപ്പെടെ ഇപ്പോൾ ഈ BJPയുടെ അംഗത്വം സ്വീകരിച്ചിരിക്കുകയാണ്. സുരേഷ് ഗോപിയാണ് അംഗത്വം നൽകിയിട്ടുള്ളത്. എന്തായാലും രാവിലെ തന്നെ സുരേഷ് ഗോപി ഇവിടേക്ക് എത്തിയിരുന്നു. അദ്ദേഹത്തെ കണ്ടു. BJPയിൽ ഉള്ള പ്രതീക്ഷ എന്തായിരുന്നു? A good leadership, and I'm a good fan of Modi ji. And Modi ji ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തപ്പോൾ I was invited. ഞാൻ ഭയങ്കര ഇംപ്രസീവാണ്. മോദി ജി ആൻഡ് സുരേഷ് ഗോപി, ദാറ്റ് വാസ് മൈ മെയിൻ എയിം ടു കം ടു ദിസ്. പഴയകാല KSU നേതാക്കളൊക്കെ ആയിരുന്നു. അതെ, എൻ്റെ ഹസ്ബൻഡ് KSU ജില്ലാ പ്രസിഡൻ്റ് ആയിരുന്ന സുധീരൻ, അവരൊക്കെ ഞങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സാണ്. അതിനൊന്നും ഒരു മാറ്റവും ഇല്ല എപ്പോഴും. പക്ഷേ എനിക്കിപ്പോൾ ഒരു ഇവോൾവിങ് തോന്നി തുടങ്ങി. എങ്ങനെ ഒരു ചേഞ്ച് ആവശ്യമാണ്. ചേഞ്ച് ഇസ് എ മാൻഡേറ്ററി. ആരുടെ പ്രോഗ്രസ്സിനും ഒരു ചേഞ്ച് വേണം. അപ്പം നമ്മൾ ചിന്തിച്ചപ്പോൾ ദിസ് ഈസ് ദ ബെസ്റ്റ് വേ ടു മൂവ്. നാഷണൽ അവാർഡ് വിന്നറാണ്, പ്രസിഡന്റിൻ്റെ മെഡൽ വാങ്ങിച്ചിട്ടുള്ള ലേഡിയാണ്. പിന്നെ പ്രൈം മിനിസ്റ്ററിന്റെ ഇത് കിട്ടിയിട്ടുണ്ട്. എന്തായാലും തൃശ്ശൂരിന്റെ മാറ്റത്തിന് സുരേഷ് ഗോപി വരണമെന്ന് തന്നെയാണ്. ഡെഫിനറ്റ്ലി ദാറ്റ്സ് വൈ ഐ എം സപ്പോർട്ടിങ്. സുരേഷ് ഗോപി വന്നു കഴിഞ്ഞാൽ ഒരു ചേഞ്ച് ഉണ്ടാവുന്ന എല്ലാവർക്കും പ്രതീക്ഷയുണ്ട്. എല്ലാ തൃശ്ശൂർക്കാർക്കും പ്രതീക്ഷയുണ്ട്. സുരേഷ് ഗോപി വന്ന കേരളം മുഴുവൻ മാറും. സുരേഷ് ഗോപി വന്ന കേരളം മുഴുവൻ മാറും, തൃശ്ശൂർ മാത്രമല്ല. എന്തായാലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും. അദ്ദേഹം വിജയിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് എല്ലാവരും പങ്കുവയ്ക്കുന്നത്. തീർച്ചയായിട്ടും. എങ്ങനെയുണ്ട് ഇനി പ്രചാരണം? ഇന്ന് കൊട്ടിക്കലാശമാണ്, അതിൻ്റെയൊക്കെ ഭാഗമാകുന്നുണ്ടോ? നോ, അത് അങ്ങനെയൊന്നും ഞാനില്ല. We are going there. സുരേഷ് ഗോപി ഫോർ പാർലമെന്റ് ഗ്രൂപ്പ് അതിൽ ജോയിൻ ചെയ്യും. കുറെ ആൾക്കാർ വരുന്നുണ്ട്. He knows me. ഓക്കെ, എന്തായാലും വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ഓരോരുത്തരും. സുരേഷ് ഗോപി വിജയിക്കണം എന്ന് തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ KSUവിൻ്റെ നേതാക്കളൊക്കെ ആയിരുന്ന കോൺഗ്രസ് കുടുംബത്തിൽ നിന്നൊക്കെ നിരവധി പേരാണ് ഇപ്പോൾ BJP അംഗത്വം സ്വീകരിച്ച് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ വിജയത്തിനായി പ്രവർത്തിക്കുന്നത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചിരുന്നു, മൂന്ന് മുന്നണികളും തങ്ങളുടേതായിട്ടുള്ള ശക്തി പ്രകടനം ഇന്ന് വൈകുന്നേരത്തോടുകൂടി തൃശ്ശൂരിൽ കാഴ്ചവെക്കുമെന്നുള്ള കാര്യം. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമൊക്കെ വ്യക്തമാക്കിയത് ഓരോരുത്തരും ഇപ്പം NDA സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപി കുതിക്കുമ്പോൾ മറ്റു മുന്നണികളൊക്കെ കിതയ്ക്കുകയാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് BJPയുടെ നേതാക്കൾ ഉൾപ്പെടെ പങ്കുവച്ചിരുന്നത്. എന്തായാലും തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ത്രികോണ മത്സരം. അതിൽ നിന്നും ഇപ്പോൾ സുരേഷ് ഗോപിക്ക് ജനസ്വീകാര്യത ഏറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം തന്നെയാണ് എല്ലാ ഭാഗത്തു നിന്നും വ്യക്തമാകുന്നത്. എന്തായാലും വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് NDA നേതൃത്വവും. അതോടൊപ്പം തന്നെ സുരേഷ് ഗോപി നമ്മളോട് പങ്കുവച്ച കാര്യങ്ങളുണ്ട്. കാരണം തൃശ്ശൂർ മാത്രമല്ല, മറ്റ് ഇടങ്ങളിലും BJPക്ക് അല്ലെങ്കിൽ NDA നേതൃത്വത്തിന് വലിയ പ്രതീക്ഷയാണുള്ളത്. അതോടൊപ്പം തന്നെ MP ആയി അവിടെ പോയിട്ട് കാര്യങ്ങൾ ചെയ്യാത്ത എല്ലാവരെയും ജനങ്ങൾ തിരിച്ചറിയും. വഞ്ചിതരായിട്ടുള്ള നിക്ഷേപകരുണ്ട്. തൃശ്ശൂരിന്റെ ജനത ഇപ്പോൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നതിന് അതുകൊണ്ട് തന്നെയാണ് ശക്തന്റെ തട്ടകം മാർക്കൊപ്പം എന്ന ചോദ്യത്തിന് സുരേഷ് ഗോപി തന്നെ എന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത്. തൃശ്ശൂരിനും M. മനോജാണ് വിശദാംശങ്ങൾ നൽകിയത്.